ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹണി ചില്ലി പൊട്ടാറ്റോയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ഇവിടെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഞാൻ നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. അപ്പോൾ ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറും കൊണ്ടോ നമുക്കൊന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ കോട്ടായി കിട്ടണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പൊട്ടാറ്റോയിൽ അരിപ്പൊടി നല്ല പോലെ തന്നെ കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ പൊട്ടറ്റോയും ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. 1 or 2 ചേർത്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി പൗഡറാണ്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ക്രഷ്ഡ് ചില്ലി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ സോസ് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു 5-10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ആണ്. അപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ക്യാപ്സിക്കം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഹണി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹണി നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസ് പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടിയും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹണി ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.